എത്രയും ബഹുമാനിയായ നമ്മുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി മുളക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഞാൻ വയോജന എന്ന് ഉപയോഗിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കലാമേളയാണ് ഇവിടെ മറ്റ് കുടുംബശ്രീയുടെ പ്രവർത്തകർ അതിനേക്കാൾ ഉപരിയായ സ്നേഹ ബഹുമാനമുള്ള മാതാപിതാക്കളെ എങ്കിൽ അവരോടൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് യാതൊരുവിധ ഫലവും കാണാറില്ല. കാരണം എന്താണ്? അവരെ ഞാൻ മുൻപ് പ്രസവിച്ച എൻ്റെ മോനാണ്, എൻ്റെ മോളാണ്. ആ മോനെ പരീക്ഷിച്ച അല്ലെങ്കിൽ മോനെ പരീക്ഷിച്ച പിതാവാണ് ഞാനെന്നുള്ള വിശാല മനസ്സാണ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ളത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ അങ്ങനെ കഴിയുന്ന ഈ മാതാപിതാക്കൾ ലഭിക്കുന്ന മാനസികപരമായ സന്തോഷം, ഈ പരിപാടികൾ വിട്ടുപോകുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന പ്രകാശം, അവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, ഇതെല്ലാമാണ് ഈ പരിപാടി കൊണ്ട് നാം ലക്ഷ്യമെടുക്കുന്നത്. തീർച്ചയായും മുളക്കുളം ഗ്രാമപഞ്ചായത്ത് ഈ വർഷം മറ്റൊരു പദ്ധതി കൂടി വെച്ചിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ചെറിയ സാങ്കേതിക തടസ്സം കൊണ്ടത് പറ്റിയിൽ പോയി. നമ്മൾ മറ്റൊരു കാര്യം, നമുക്ക് എന്നും ഒരേ പാതയിലൂടെ സഞ്ചരിച്ചാൽ പോരാ. മുളക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാറുകളിലും വാർഡ് ഗ്രാമസഭകളിലുമൊക്കെ വന്ന നിർദ്ദേശാടിസ്ഥാനമായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും മുളക്കുളം ഗ്രാമപഞ്ചായത്തും എല്ലാം ചർച്ച ചെയ്ത് നമ്മുടെ വയോജനങ്ങളായിട്ട് എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഏതെങ്കിലും ആശുപത്രി കേസിൽ പോയതല്ലാതെ ഒരു സ്ഥലത്ത് പോലും സഞ്ചരിക്കുവാൻ കഴിയാത്ത മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം നമ്മുടെ അതുങ്ങൾ ഓർക്കണം. അത് വയസ്സാകുമ്പോൾ എവിടെയും കൂടെ കൊണ്ട് ഏൽപ്പിക്കുക, നമുക്കവരെ ഉത്തരവാദിത്വം ഏൽക്കാതിരിക്കുക, അതൊക്കെ വളരെ ദയനീയമായ വേദനാജനകമായ സന്ദർഭങ്ങളാണ്. അതെല്ലാം മറന്നു വെച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ കലാമേളയിൽ പങ്കെടുക്കുവാനും സന്തോഷിക്കാനൊരു അവസരം കിട്ടിയത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇതുപോലെയുള്ള സംഘടിപ്പിച്ച ഇത് നല്ല ഭംഗിയായിട്ട് സംഘടിപ്പിച്ച ഐശ്വര്യ സ്വാഗതത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അതുകൊണ്ട് പ്രത്യേകം അങ്ങനെ ടീച്ചർമാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കും. അപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി. പ്രിയമുള്ളവരെ, ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു നല്ല ദിനമായിട്ട് തീരട്ടെ. ഈശ്വരൻ അതിന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മേരിക്കുട്ടി ലൂക്കയ്ക്ക് എല്ലാവരുടെയും പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ യോഗം ഉദ്ഘാടനം 26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയായ വയോജനങ്ങളുടെ കലാമേള ശ്രീമതി ഷീല ജോസഫിനും നമ്മളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് സമയക്കുറവ് മൂലം എല്ലാവർക്കും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വാർഡ് മെമ്പർമാർക്കും, ക്ഷേമ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ മറ്റു വാർഡ് മെമ്പർമാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, എല്ലാ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഇന്നൊരു ദിവസം എല്ലാവിധ വിഷമങ്ങളും പരിമിതികളും ഒക്കെ മാറ്റിവെച്ച് ഇന്നത്തെ ഒരു ദിവസം ഇവിടത്തേക്കായിട്ട് ചെലവഴിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് നമ്മുടെ CDS ചെയർപേഴ്സൺ റൂത്ത് ബാബു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീമതി റൂത്ത് ബാബുവിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമുക്ക് മൈക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മത്സരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉച്ചയാകുമ്പോൾ നമുക്ക് വിശക്കും അല്ലേ? അപ്പം നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കലാപരിപാടികൾ. ഓക്കെ, ഇവിടെ ഒത്തിരി പേര് ഒരുപാട് പരിപാടികൾക്ക് പേര് തന്നിട്ടുണ്ട്. അപ്പോൾ
മണിക്ക്